സഹകരണ വകുപ്പിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ വെട്ടിപ്പ് ഉള്ള നീക്കം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് ആ കമ്പനിയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്ത് നിബന്ധനകൾ ആർക്ക് കൊടുക്കണോ അവർക്ക് വേണ്ടി നിബന്ധനകൾ ഏർപ്പെടുത്തുകയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 200 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ. അപ്പൊ ഇവർക്ക് മാത്രമേ പങ്കെടുക്കാവൂ. ഞാന് ഈ ഗവൺമെന്റിന്റെ ഒരു പുതിയ അഴിമതി നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സഹകരണ വകുപ്പിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ വെട്ടിപ്പ് ഉള്ള നീക്കം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ വകുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികൾ ഒന്നാണ് ടാറ്റ കൺസൾട്ടൻസി. ആ ടാറ്റ കൺസൾട്ടൻസിക്ക് കരാറ് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷം അവരെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി താല്പര്യമുള്ള ഒരു സംഘത്തിന് ഇതിന്റെ കരാറ് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി അതിന്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCSക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് PD സഹകരണ സംഘത്തിന് കൈമാറാനായി. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂരിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾക്ക് മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയത്. കേരള ദിനേശ് PD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ 2 സൊസൈറ്റികൾ. ഇതിൽ ദിനേശ് PD സഹകരണ സംഘം നൽകിയ 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നൽകാനുള്ള 58 കോടി രൂപയുടെ ബിഡാണ് ഇപ്പോൾ സർക്കാർ അവാർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതനുസരിച്ച് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചെലവ് വരും. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാമേറ്റ പദ്ധതിയാണ്. അതിന്റെ 4 ഇരട്ടി തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് കൈമാറുന്നു. അതായത് ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ ടെൻഡർ നൽകാനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. 2016 മുതൽ കേന്ദ്ര റിസർവ് ബാങ്കിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലൊട്ടാകെ ഏകീകൃത പൊതു ബാങ്കിംഗ് സോഫ്റ്റ്വെയർ നടപ്പാക്കേണ്ടതാണ്. പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ
മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആധുനിക വൈവിധ്യവൽക്കരണം അടക്കം നടത്തുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ആവശ്യങ്ങൾ വിപുലമാക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച പൊതു സോഫ്റ്റ്വെയർ കേരള ഗവൺമെന്റ് ഒഴിവാക്കി, വേണ്ടായെന്ന് വെച്ചു. എന്നിട്ട് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് തനത് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം പഠിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ സർക്കാർ രൂപീകരിക്കുകയും ഇതനുസരിച്ച് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോഴാണ് TCC മാത്രമാണ് ഈ ടെൻഡർ അനുസരിച്ച് 11/9/2021 തെരഞ്ഞെടുത്തത്. അവരെ മാത്രം TCSനെ മാത്രം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ 24/4/2024 ധനകാര്യ ബിഡായ 206 കോടി രൂപയ്ക്ക് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് അവരുടെ ബാങ്ക് ശാഖകൾ ഉൾപ്പെടുന്ന സോഫ്റ്റ്വെയറും മെയിൻ്റനൻസ് നൽകുന്ന ഉത്തരവും പുറപ്പെടുവിച്ചു. ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ടാറ്റ കൺസൾട്ടൻസി മാത്രമാണ് ഏക ബിഡർ എന്നും കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് അവർക്ക് കോൺട്രാക്ട് നൽകാമെന്ന് പറയുന്ന രേഖയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പിന്തുടർന്ന് ഈ തീരുമാനിച്ച 206 കോടി രൂപയുടെ കരാർ രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് റദ്ദാക്കി. സഹകരണ വകുപ്പ് 3/4/25 പുതിയ കൺസോർഷ്യത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ടെൻഡർ പുറപ്പെടുവിച്ചു. ജനുവരി 26 പൊതു തെരഞ്ഞെടുപ്പിനിടയിലുള്ള 2 മാസം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കിയത്. എന്നാൽ TCS പോലെയുള്ള കമ്പനികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഈ സഹകരണ സംഘങ്ങൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് വിചിത്രമായ നിബന്ധനകൾ സർക്കാർ വീണ്ടും ഏർപ്പെടുത്തിയത്. 6 ലക്ഷത്തോളം ജീവനക്കാരുടെ TCSനെ ഈ പുതിയ ടെൻഡറിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നിബന്ധനകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ TCSന് ആദ്യം ടെൻഡർ ഉറപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടാതിരിക്കാനുള്ള ആ ടെൻഡർ ക്യാൻസൽ ചെയ്യുന്നു, വീണ്ടും ഈ ടെൻഡർ വിളിക്കുന്നു. ഈ ടെൻഡർ വിളിക്കുമ്പോൾ TCSന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലുള്ള നിബന്ധനകൾ എഴുതി ചേർത്തുകൊണ്ട് ഈ ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. കേരളത്തിൽ ചുരുങ്ങിയത് 200 ജോലിക്കാരാണ് ഉണ്ടാകണം എന്നിവ കേരളത്തിൽ, അതിന്റെ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ കുറഞ്ഞത് 200 പേരെങ്കിലും കേരളീയരായ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിന് മാത്രമേ അതിന്റെയും രേഖ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അവർക്കേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. എന്ത് ന്യായമാണിത്? ഇതനുസരിച്ച് കേരളത്തിൽ നിന്ന് 2 സഹകരണ സംഘങ്ങളാണ്. അത് 2 കണ്ണൂരിൽ നിന്നുള്ളതാണ്, 2 CPM നിയന്ത്രണത്തിലുള്ളതാണ്. അവർ 2 പേരാണ് ബിഡ് സമർപ്പിച്ചത്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സഹകരണ സംഘം, കേരള ദിനേശ് PD സഹകരണ സംഘം, ദിനേശ് PD വർക്കേഴ്സ് കേന്ദ്ര സഹകരണ സംഘം എന്നിവയ്ക്ക് ഇതിൽ 250 സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയറും 7 വർഷത്തേക്കുള്ള മെയിന്റനൻസിനും ദിനേശ് PD സംഘം സമർപ്പിച്ചത് നികുതി അടക്കം 58 കോടിയാണ്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സമർപ്പിച്ചത് നികുതി അടക്കം 273 കോടിയാണ്. ഇതിന്റെ രേഖയും ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പുതിയ ടെൻഡർ പ്രകാരമുള്ള സാങ്കേതിക വിശദാംശങ്ങളുടെ വിലയിരുത്തൽ 6/2/2026 അഡീഷണൽ രജിസ്ട്രാർ പാർവതി നായരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് നടത്തിയത്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സഹകരണ സംഘം, കേരള ദിനേശ് PD വർക്കേഴ്സ് കേന്ദ്ര സഹകരണ സംഘം എന്നിവ 2 ഓഫറുകൾ, സാങ്കേതിക ഓഫറുകൾ പരിശോധന ചെയ്ത സമിതി ഈ സ്ഥാപനങ്ങളുടെ ഓരോ സോഫ്റ്റ്വെയർ വീത സാങ്കേതിക യോഗ്യത നേടിയതായി പ്രഖ്യാപിക്കുക. ഇതിന്റെയും രേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. 100 കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള സോഫ്റ്റ്വെയർ കരാറിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾ മാത്രം പങ്കെടുത്തത് തീർത്തും ദുരൂഹമാണ്.
2025 ഓഫർ ചെയ്ത 206 കോടി രൂപയുടെ സ്ഥാനത്ത് പുതിയ കമ്പനികൾക്ക് ടെൻഡർ നൽകിയ പ്രകാരം ആകെ ചിലവ് 900 കോടി വരെ രൂപ വരുമെന്നാണ് കണക്ക്. അതായത് 700 കോടി രൂപയുടെ നഷ്ടം ഈ പുതിയ കരാറ് നൽകുന്നത് കൊണ്ട് ഉണ്ടാവുകയാണ്. 250 സഹകരണ സംഘങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ നൽകുന്നതിനായി ദിനേശ് സഹകരണ സംഘം വോട്ട് ചെയ്തിരിക്കുന്ന 58 കോടി രൂപയാണ്. ഇതേ കണക്കിൽ ബാക്കി വരുന്ന 4135 സഹകരണ സംഘങ്ങളിൽ ഈ പ്രവർത്തനം വന്നു കഴിയുമ്പോൾ 900 കോടി രൂപയുടെ ചെലവ് വരും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതിന് അനുമതി കൊടുക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നത്, ഗവൺമെന്റ് ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുവാദം വാങ്ങി എത്രയും പെട്ടെന്ന് ഈ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള തിടുക്കത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭീമമായ സാമ്പത്തിക അഴിമതി മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള CPM-ന്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ഇതൊരു തീവട്ടിക്കുള്ള തന്നെയാണ്. 700 കോടി രൂപയുടെ തട്ടിപ്പ്, പരസ്യമായ തട്ടിപ്പ്, നഗ്നമായ അഴിമതി ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവഴി കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെടുന്നു, അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്ത് നൽകുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നടപടിയെ പറ്റി അന്വേഷിക്കും. ഈ ടെൻഡർ റദ്ദാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ പറ്റിയും ഗൗരവമായി ഞങ്ങൾ ആലോചിക്കും. ഈ ഒരു അഴിമതിയാണ്. ഇതിന്റെ എല്ലാ രേഖകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങൾക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചു പോയത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഈ 700 കോടി രൂപയുടെ ഈ അഴിമതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് ആ കമ്പനിയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്ത് നിബന്ധനകൾ ആർക്ക് കൊടുക്കണോ അവർക്ക് വേണ്ടി നിബന്ധനകൾ ഏർപ്പെടുത്തുകയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 200 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ. അപ്പൊ ഇവർക്ക് മാത്രമേ പങ്കെടുക്കാവൂ. വലിയ ഒരു അഴിമതിയാണ് ഇത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്.